വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ മൊബൈൽ ഫോൺ ലോക്ക് ആകും. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ ഒരുങ്ങിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പ എടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവ ഭാഗികമായി ലോക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് അനുമതി നൽകുന്നു. ഇത് സംബന്ധിച്ച് കരട് ചട്ടം പൊതുജനാഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചു. നിലവിൽ പല വായ്പാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായ ചട്ടമുണ്ടായിരുന്നില്ല. വായ്പ തിരിച്ചുപിടിക്കാനായി ഫോണുകൾ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും സ്വകാര്യതയെയും ബാധിക്കുന്നു എന്ന ആശങ്ക നേരത്തെ ഉയർന്നിരുന്നു. ഫോൺ മേടിക്കാനുള്ള വായ്പയല്ലാതെ ജനറൽ വായ്പകൾ കുടിശ്ശികയായാൽ ഇത്തരത്തിൽ ഫോണിന്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കില്ല. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലൂടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വായ്പ കുടിശ്ശികയായി 90 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഉപകരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാകൂ. മൊബൈൽ ഫോൺ വായ്പ കുടിശ്ശികയായി 60 ദിവസം കഴിഞ്ഞാൽ ധനകാര്യ സ്ഥാപനം നോട്ടീസ് അയക്കണം. തുടർന്ന് 21 ദിവസം തിരിച്ചടവിന് അനുവദിക്കണം. എന്നിട്ട് പണം അടച്ചില്ലെങ്കിൽ ഒരാഴ്ച കൂടി സമയം അനുവദിച്ച് രണ്ടാമത്തെ നോട്ടീസും നൽകണം. ഫോൺ ലോക്ക് ചെയ്യാൻ വായ്പ കരാറിൽ ഉപഭോക്താവിന്റെ സമ്മതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനങ്ങൾക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയൂ. ഇന്റർനെറ്റ്, ഇൻകമിംഗ് കോളുകൾ, എമർജൻസി SOS സേവനങ്ങൾ, സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ഫോണിൽ നിയന്ത്രിക്കാൻ പാടില്ല. കുടിശ്ശിക തുക തിരിച്ചടച്ച് 1 മണിക്കൂറിനുള്ളിൽ നിയന്ത്രണങ്ങൾ നീക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ മണിക്കൂറിനും 250 രൂപ വീതം ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാനും വായ്പാ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. ലോക്ക് ചെയ്ത ഫോണിലെ വ്യക്തിഗത വിവരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. വായ്പ തിരിച്ചടച്ചാൽ ഉടൻ ഫോൺ ലോക്ക് ചെയ്യാനുള്ള ആപ്പുകൾ നീക്കം ചെയ്തിരിക്കണം. ലോൺ മുൻകൂറായി അടച്ചു തീർക്കാനും വായ്പയെടുത്ത വ്യക്തിക്ക് അവകാശമുണ്ടായിരിക്കും. ഫോൺ ലോക്കിംഗുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും സംവിധാനം വേണം.